എല്ലാവർക്കും പവിത്രം സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ പവിത്രം സീരിയൽ റിവ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ രമ്യയുടെ വീട്ടിലാണെങ്കിൽ വിക്രം അകപ്പെട്ടു പോയിരിക്കുവാണ്. ചതിയാണെന്ന് നമുക്കറിയാം. അപ്പൊ അതിനകത്ത് രമ്യ ആണെങ്കിൽ എല്ലാരെയും വിളിച്ചു കൂട്ടി. ആദ്യമേ വരുന്നത് നാട്ടുകാർ രണ്ടുപേരാണ്. എന്നിട്ട് രമ്യ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് രമ്യ റീൽ എടുത്തോണ്ടിരിക്കുവായിരുന്നു. റീൽ എടുത്തോണ്ടിരുന്നപ്പോ ആരോ വന്ന് പുറകിൽ നിന്ന് രമ്യയെ പിടിക്കാൻ നോക്കി. എന്നിട്ട് രമ്യ വേഗം അവരെ തള്ളി അകത്തിട്ടിട്ട് വീടിന്റെ വെളിയിൽ നിന്ന് കുറ്റിയിട്ടിട്ട് രമ്യ വെളിയിൽ ഇറങ്ങി എന്നാണ് രമ്യ പറയുന്ന സ്റ്റോറി. അപ്പൊ അതെല്ലാരും വിശ്വസിച്ചു. മാഷും വേദയും കമലയും നന്ദിനിയും എല്ലാരും കൂടെ വന്നു. ശ്രീജി എല്ലാരും കൂടെ അങ്ങനെ വന്നിട്ട് അവരോടും രമ്യ കാര്യങ്ങൾ പറയുവാണ്. അപ്പം മാഷെന്ന് വെച്ചാൽ ഭയങ്കര അഭിമാനിയാണല്ലോ. അപ്പം മാഷും പറയുന്നുണ്ട് അവനെ പോലീസിനെ വിളിക്കാദ്യമേ നമ്മളൊന്നും ചെയ്യണ്ട, അതായത് പോലീസിനെ വിളിക്കുക, പോലീസ് വന്ന് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് പറയുവാണ്. അങ്ങനെ പോലീസിനെ വിളിച്ചിട്ട് എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യുവാണ്. വിക്രം ആണെങ്കിൽ അകത്ത് കിടന്നിട്ട് തുറക്കൂ 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 എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല ആരും. ചതിയാണല്ലോ മെയിനായിട്ടും. അങ്ങനെ വേദ എല്ലാവരും ഉണ്ട്. വേദയ്ക്കാണ് എന്തോ ഒരു ഡൗട്ട് പോലൊക്കെ വേദയ്ക്ക് ഉണ്ട് വിക്രം ആണോ എന്ന്. വേദയ്ക്കൊരു സിക്സ്ത് സെൻസ് ഉള്ള പോലെ വേദയ്ക്ക് തോന്നുമല്ലോ വിക്രം എന്തെങ്കിലും അകപ്പെട്ട് പോയാൽ. അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് പോലീസിനെ വിളിക്കട്ടെ, പോലീസ് വന്നിട്ട് പെരുമാറാം, നമ്മളായിട്ട് പെരുമാറണ്ടെന്നൊക്കെ പറയുവാണ്. അങ്ങനെ പോലീസിനെ വിളിച്ച് വരുന്ന പോലീസാണെങ്കിൽ സാബുവാണ്. സാബു വന്നപ്പോഴത്തേനും സുധാകരൻ മാഷിനോട് ചോദിക്കുന്നുണ്ടോ മാഷാണോ, നിങ്ങൾ വിക്രത്തിന്റെ അച്ഛനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മാഷ് പറയുന്നുണ്ട് വിക്രത്തിന്റെ അച്ഛനല്ല, ഞങ്ങളുടെ അധ്യാപകനാ, ആ പിള്ളേരെയാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാഷും വന്ന് ഉപദേശിക്കുന്നുണ്ട് സാബുവിനോട്, ഇവനെ പിടിക്കണം, പിടിച്ചിട്ട് തക്കതായ ശിക്ഷ കൊടുക്കണം. അപ്പൊ സാബു പറയുന്നുണ്ട് ഇത് മറ്റുള്ള കേസ് പോലൊന്നുമല്ല, പെണ്ണ് കേസാണ്, ഇത് അകത്താവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ 2 പോലീസുകാർ അകത്ത് പോയിട്ട് ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ വിക്രമാണെങ്കിൽ ഫുള്ള് മറ്റേ എടുത്തെറിഞ്ഞ കൂട്ടത്തിൽ അത് മദ്യമായിരുന്നല്ലോ, ഫുള്ള് മദ്യത്തിന്റെ മണമായിട്ടിരിക്കുവാണ്. അപ്പൊ സാബു വന്ന് നോക്കുമ്പോൾ ആഹാ നീ ആയിരുന്നോ, വാടാ നിന്നെ കാണാൻ എല്ലാവരും വെയിറ്റ് ചെയ്യുവാന്നും പറഞ്ഞ് വിക്രത്തിനെ പിടിച്ചിറക്കിക്കൊണ്ട് വരുവാണ്. അപ്പൊ വിക്രം പറയുന്നുണ്ട് സാറേ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പറയുന്നുണ്ട്. വിക്രത്തിനെ കണ്ടതും രാധയുണ്ടായിരുന്നു അവിടെ. എല്ലാവരും ഞെട്ടി. എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് പറയുവാണ് കണ്ടോ, ആരാന്ന് കണ്ടോ അകത്തിരുന്നത്. ഇപ്പൊ ഇവന് വീട്ടില് നല്ല പെണ്ണിനെ വെച്ചിട്ട് ഇവൻ നാട്ടിലുള്ള പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ വേണ്ടി നടക്കുക എന്നൊക്കെ ഇങ്ങനെ ആക്കുവാണ് വേദയും വിക്രത്തിനെയും കൂടെ. അപ്പോഴത്തേനും രാധ എല്ലാവരും പറയുന്നുണ്ട്, വിക്രം പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പറയുന്നുണ്ട്. അപ്പൊ വേദയും പറയുന്നുണ്ട് സാറേ വിക്രത്തിന് എന്താ പറയാനുള്ളത് കേട്ടിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറയുവാണ്. അപ്പം ഇയാൾ എന്ത് ചെയ്താൽ അതിന് സമ്മതിക്കുന്നില്ല. രാധ ഒരുപാട് തവണ പറയുന്നുണ്ട് വിക്രം അങ്ങനെ ചെയ്യില്ല, വിക്രത്തിന് എന്താ പറയാനുള്ളത് കേൾക്കാൻ എന്ന് പറയുവാണ്. കമലയും പറയുന്നുണ്ട്, വേദയും പറയുന്നുണ്ട്, രാധയും പറയുന്നുണ്ട്. പക്ഷെ അയാൾ പറഞ്ഞത് പറയാനുള്ളതൊക്കെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ട് പറയിപ്പിച്ചോളാം, ഇവിടെ വെച്ച് പറയാൻ സൗകര്യമില്ലെന്ന് പറയുക. വിക്രം കമലയോടും പറയുന്നുണ്ട് അമ്മേ ഞാനിത് ചെയ്തിട്ടില്ല, എന്താ നടന്നത് എനിക്ക് പറയണമെന്ന് പറയുന്നുണ്ട്. അതൊന്നും ഇയാൾ സമ്മതിക്കുന്നില്ല. അപ്പൊ മാഷിന്റെ ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞത് അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്താ പറയാനുള്ളതൊക്കെ പറയിപ്പിച്ചോളും, നമ്മൾ ഇവിടുന്നേ പറയണ്ടെന്നും പറഞ്ഞ് നിൽക്കുവാണ്. എല്ലാവരും അകപ്പാടെ തകർന്ന് നിൽക്കുവാണ്. കമലയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. അതിനിടയ്ക്ക് രമ്യാണെങ്കിൽ ഒരു കേസൊന്നും വേണ്ട സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സാബു ചോദിക്കുന്നുണ്ട് ആഹാ ഇത്രയും ഒപ്പിച്ചു വെച്ച് എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് കേസ് വേണ്ടെന്നോ. അപ്പൊ നാട്ടുകാരും പറയുന്നുണ്ട് കൊണ്ടുപോയിക്കോ സാറേ, ഇവനെ ഇവിടെ നിർത്തണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിക്രത്തിനെ കൊണ്ടുപോവാണ്. കമലയാണെങ്കിൽ കരഞ്ഞ് തളർന്നു വീഴുവാണ്. രാധ എല്ലാരും കൂടെ ആശ്വസിപ്പിക്കുവാണ്. അങ്ങനെ വിക്രത്തിനെ അങ്ങ് കൊണ്ടുപോയി സാബു. എന്നിട്ട് വീട്ടിലാണെങ്കിൽ എല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ വിശ്വം പറയുന്നുണ്ട് ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ വേദയും പറയുന്നുണ്ട് ഇതിനകത്ത് എന്തോ പ്രശ്നമുണ്ട്. നന്ദിനിയും പറയുന്നുണ്ട് ഇതിനകത്ത് ആരോ എന്തോ, ശ്രീജിയാണ് പറഞ്ഞത് ഇതിനകത്ത് ആരോ എന്തോ കുടിക്കുക പോലെ തോന്നുന്നത്. വിക്രം ഒരിക്കലും അങ്ങനെ അവൻ വെള്ളം അടിക്കുന്ന ഒന്നും കണ്ടിട്ടില്ല, ഇങ്ങനൊരു പരിപാടി ഒപ്പിക്കുന്നതും കണ്ടിട്ടില്ല, ഇതിനകത്ത് എന്തോ ചതി ഉണ്ടെന്ന് ശ്രീജയും പറയുന്നുണ്ട്. വിശ്വവും പറയുന്നുണ്ട് അവൻ ഒരിക്കലും അങ്ങനെ ചെയ്തില്ലെന്ന്. പക്ഷെ മാഷ് പറയുന്നത് അതൊക്കെ തെളിയിക്കേണ്ടത് പോലീസാണ്, അവൻ വെറുതെ ഒന്നും അവളുടെ വീട്ടിൽ പോകത്തില്ലല്ലോ രമ്യയുടെ, അതായത് അവിടം വരെ പോവാൻ എന്തെങ്കിലും കാര്യം വേണ്ടേ. അപ്പം അതെന്തിനാണ് ഇവിടെ നിൽക്കേണ്ടവൻ എന്തിനാണ് അവിടെ പോയത്, അതൊക്കെ പോലീസ് തെളിയിച്ചോളും, നമ്മൾ അതിനകത്തൊന്നും നിൽക്കണ്ട, എന്താണെങ്കിലും അവർ തെളിയിക്കട്ടെ എന്ന് പറയുവാണ്. അപ്പൊ നന്ദിനി ഒരു സത്യം പറയുന്നുണ്ട്, അച്ചമ്മ പറഞ്ഞായിരുന്നു രമ്യയെ കണ്ടപ്പോഴേ ആള് ശരിയല്ല എന്ന് പറഞ്ഞായിരുന്നു നന്ദിനി പറയുന്നുണ്ട്. അപ്പോഴും മാഷ് വഴക്ക് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിലൊരു പയ്യൻ ചെയ്തതിന് നാട്ടിലുള്ള പെണ്ണുങ്ങളെ അങ്ങനെ പറയല്ലേ നന്ദിനി എന്ന് പറയുന്നുണ്ട്. അപ്പം വേദ പറയുന്നുണ്ട്. അപ്പൊ വിനയൻ വരുന്നുണ്ട്. വിനയൻ ഒന്നും അറിയാത്ത പോലെ വരുവാണ്. നന്ദിനി കാര്യങ്ങളെല്ലാം വിളമ്പുന്നുണ്ട്. അപ്പൊ വിനയൻ പെട്ടെന്ന് പറയുവാണ് അവൻ ആ പുറകിലത്തെ ഡോറിൽ കൂടെ ഇറങ്ങി പോകത്തില്ലായിരുന്നു എന്ന് പറയുവാണ്. അപ്പൊ വിനയൻ കൊണ്ടുപോകുന്ന ആൾക്കാരാണല്ലോ രമ്യയൊക്കെ.
അപ്പൊ നന്ദിനി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കമല പറയുന്നുണ്ട് എന്തിനാ നന്ദിനി ഇതൊക്കെ പറയുന്നതെന്ന്. അപ്പൊ പറയുക അമ്മേ പെണ്ണ് കേസാന്നൊക്കെ അവള് തന്നെയാണ് ഇത് കൊടുത്തത്, അതുകൊണ്ട് വിനയേട്ടനും കൂടെ അറിയണ്ടേന്ന് പറയുക. അങ്ങനെ വിനയൻ ഓൾറെഡി കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, വിനയനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിനയൻ പെട്ടെന്ന് പറഞ്ഞ് പുറകെ കൂടെ ഇറങ്ങി ഓടത്തിലായിരുന്നു. ഓ അവിടെയും കുറ്റിയിട്ട് കാണുമല്ലേ രമ്യ എന്ന് പറയുക. അപ്പൊ തന്നെ വേദയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ട്. എന്നിട്ട് പറയുവാണ് അല്ല വിനയേട്ടൻ തന്നെയാണല്ലോ കാര്യങ്ങൾ ചോദിക്കുന്നത്, ഉത്തരം പറഞ്ഞത് വിനയേട്ടൻ തന്നെയാണല്ലോ എന്ന് വേദ അപ്പൊ തന്നെ പറയുന്നുണ്ട്. പിന്നെ മാഷ് പറയുവാണ് ഈ വീട്ടിൽ നിന്ന് ആരും അവനെ ജാമ്യത്തിൽ ഇറക്കാൻ ഇതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ വിനയൻ പറഞ്ഞിട്ടുണ്ട് 2 ദിവസം ഇനി അവധിയാണ്, ശനിയും ഞായറും ഒക്കെ അവധിയാണ്, ഇനി തിങ്കളാഴ്ച മാത്രമേ എന്തെങ്കിലും ജാമ്യം കിട്ടത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. വേദ രാത്രി തന്നെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ് വിക്രത്തിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി. പക്ഷെ ആരും സമ്മതിക്കുന്നില്ല. അപ്പം കമലയും പറഞ്ഞിട്ട് പോകണ്ട മോളെ, 2 ദിവസം അവധിയാണ്, മോൾ ഇനി രാത്രി തന്നെ പോകണ്ട എന്ന് പറയുവാണ്. അങ്ങനെ ആരും വിക്രത്തിനെ ഇറക്കാനും പോകുന്നില്ല. ശ്രീകാന്ത് ആണെങ്കിൽ അമ്മയുടെ അടുത്ത് ന്യൂട്രി പോയിരുന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുവാണ്. അപ്പം വേദയുടെയൊക്കെ അമ്മ പറയുവാണ് വേദയുടെ അച്ഛനൊരു വിഷമമുണ്ട്, എന്താ വേദ പോയതല്ല ആ വിഷമം. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ട് വേദ പോയതായിരിക്കും വിഷമം എന്ന്. അതൊരിക്കലും അല്ല, അതൊക്കെ അച്ഛൻ ഓക്കെ ആയി വരുന്നുണ്ട്. നീ ഇപ്പോഴും വിക്രത്തിന്റെ പുറകെ നടന്നിട്ട് അവനെ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ടെന്ന് ശ്രീകാന്തിനോട് ചോദിക്കുവാണ്. അപ്പൊ ശ്രീകാന്ത് പറയുവാണെങ്കിൽ ഒരിക്കലും ഇല്ലമ്മേ, ഞാൻ അങ്ങനെ ചെയ്യുമോ, എനിക്ക് അവനെ ഇഷ്ടമൊന്നുമില്ല, ഞാൻ അക്സെപ്റ്റും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ അവനെ ദ്രോഹിക്കാനൊന്നും പോയിട്ടില്ലെന്ന് പറയുവാണ്. ആ ആക്സിഡന്റിന്റെ പുറകിൽ നീയാണ് അച്ഛനൊരു ഡൗട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ശ്രീകാന്ത് അതെന്താ അച്ഛൻ എന്നെ ഡൗട്ട് എന്ന് ചോദിക്കുക, അല്ല എനിക്ക് തോന്നിയ കാര്യമെന്നൊക്കെ വേദയുടെ അമ്മയും പറയുന്നുണ്ട്. അപ്പൊ തന്നെ ശ്രീകാന്തിന് ഒരു കോള് വരുവാണ്, ഇങ്ങനെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ്, പെണ്ണ് കേസിന് വിക്രത്തിനെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ്. അത് അയാൾ കൊട്ടി ഘോഷിച്ച് വേദയുടെ അമ്മയോടും പറയുന്നുണ്ട്. പുള്ളിക്കാരിയാണെങ്കിൽ ഞെട്ടിയിരിക്കുവാണ്. പിന്നെ കാണിക്കുന്ന അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ എന്ന് വെച്ചാൽ വിക്രത്തിനെ ജയിലിലിട്ട് ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ഉപദ്രവിച്ചിട്ട് നമ്മുടെ വേദയാണെങ്കിൽ പോവാൻ വേണ്ടി ഇറങ്ങി നിൽക്കുവാണ് വിക്രത്തിനെ ഇറക്കാൻ വേണ്ടി. അപ്പം മാഷാണെങ്കിൽ പറയുന്നുണ്ട് രാഷ്ട്രപതിയുടെ നിന്ന് അവാർഡ് കിട്ടിയ മാഷാണ് ഞാനിപ്പോൾ പെണ്ണ് കേസിൽ പ്രതിയായ ഒരുത്തൻ്റെ അച്ഛനുമായിപ്പോയി, ആകപ്പാടെ നാണക്കേടായെന്നൊക്കെ പറഞ്ഞ് മാഷാണെങ്കിൽ വിഷമിക്കുവാണ്. എന്നിട്ട് പറയുവാണ് ഇത് ആരാണ് ഈ ജനലൊക്കെ തുറന്നിട്ടത്, എല്ലാ ജനലും അടച്ചിരിക്കുക, നമുക്ക് ഇതിനകത്തിരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. വേദ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. എന്താണ് വേദയാണെങ്കിൽ വിക്രത്തിനെ പോയി ഇറക്കാൻ വേണ്ടി ഒരുങ്ങുവാണ്. അപ്പം അടുത്ത എപ്പിസോഡിൽ ഇതാണ് കാണിക്കുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ.